പെർഫോമൻസ് മാർക്കറ്റിംഗ് പാർട്ട് 8. ഫേസ്ബുക്കിൽ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ എങ്ങനെ നല്ല കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആഡ് കോപ്പി ഷോർട്ട് ആക്കുക എന്നുള്ളതാണ്. ചില പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ആഡ് കോപ്പി ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ്സുകളും ടെക്സ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന പല ആഡുകൾ, പല ഫേസ്ബുക്ക് ആഡുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സത്യം ഇതാണ്, നമ്മളെ പരസ്യം കാണാനല്ല ഫേസ്ബുക്കിൽ ആളുകൾ ഇരിക്കുന്നത്, അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ആഡ് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന നല്ല ഹെഡ്ലൈൻ, ഒരു ഹുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് കോപ്പിയിൽ സെറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് ടെക്സ്റ്റുകളും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഓഡിയൻസിന് കുറച്ച് ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരുപാട് സർവീസുകളുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവ്സ് തന്നെ നിങ്ങൾ എല്ലാ സർവീസുകളും കൊടുത്ത് ആളുകൾ കൺഫ്യൂസിങ് ചെയ്യുന്നതിന് പകരം ഒരു 2-3 ചോയ്സ് അല്ലെങ്കിൽ 2-3 സർവീസുകൾ നിങ്ങളെ ക്രിയേറ്റീവ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ പരസ്യത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ചോയ്സുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കൺഫ്യൂഷൻ വരും, നമ്മളെ കൺവേർഷൻ വരാനുള്ളത് നഷ്ടപ്പെടാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് കുറച്ച് ചോയ്സുകൾ കൊടുക്കുക, ഓവറായി ചോയ്സുകൾ കൊടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പരസ്യം കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പെർസെന്റേജ് കണക്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു റുപ്പീസ് കണക്കിലാണ്. ഇപ്പൊ 50% ഓഫ്, 20% ഓഫ്. അപ്പൊ ഇതിനെക്കാട്ടി കുറച്ചും കൂടി കൺവേർഷൻ വരാനുള്ള ഒരു സാധ്യത 2000 ക്യാഷ് ബാക്ക്, 2000 ക്യാഷ് ബാക്ക്, 10,000 ക്യാഷ് ബാക്ക്. ഡിസ്കൗണ്ട് പെർസെന്റേജ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു റുപ്പീസ് ബേസിൽ അല്ലെങ്കിൽ ഡോളർ ബേസിലൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം, നിങ്ങളെ പരസ്യത്തിൽ ആളുകളെ ആകർഷിപ്പിക്കുന്ന നല്ല ടെക്സ്റ്റ് ഓവർലേസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പരസ്യം ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന രീതികൾ നിങ്ങൾ ക്രിയേറ്റീവ്സിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അത് യൂസ് ചെയ്യുന്ന രീതികൾ നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മളെ ക്രിയേറ്റീവ്സിൽ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ഇമേജ് രീതിയിലാണ് നമ്മൾ പരസ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ഇമേജസ് നമ്മൾ പരസ്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് ഓറിയന്റഡ് ആവും എന്നുള്ളതാണ്.